ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മുന്നേ സോയാ തവിടിനെ കുറിച്ച്, കൈത്തീറ്റനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. സോയാ തവിട് തടി വെക്കോ, കാര്യം പറ, എത്ര പെട്ടെന്ന് തടിക്കോ, എങ്ങനെയെന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു വീഡിയോ. ഞാൻ ആ സോയാ തവിടൊക്കെ എങ്ങനെ വന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോയാ തവിടിൻ്റെ ഉപയോഗം കൊണ്ട്, സോയാ തവിട് കറ്റിറ്റായി കൊടുക്കണോണ്ട്, സാധാ കഞ്ഞിവെള്ളത്തിൽ കലക്കി കൊടുക്കണേലേറെ കൈത്തീറ്റയായി കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തടി വെക്കുമോ ഇല്ലയോ എന്നാണ് കുറേ പേര് ചോദിച്ചത്, കമൻ്റായിട്ട് ചോദിച്ചത്. അപ്പോൾ അത് എങ്ങനെ സോയാ തവിടുക്ക് എത്തി എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സോയാ തവിട് കൊടുക്കുന്നതിൻ്റെ മുന്നേ വാങ്ങിയതിന് ഒരു 1.5 മാസത്തോളം പരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരുത്തിയാണ് കുറേ കാലം നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അത്യാവശ്യം കുറച്ച് റേറ്റുള്ള സംഖ്യ വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, കർഷകർക്ക് ഇത് നമുക്ക് ഇത് വിൽക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു താല്പര്യം പാടെ അത് ഉണ്ടാവില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കണത്. ഫസ്റ്റ് ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഒരു 1.5 മാസത്തോളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉഴുന്ന് തവിട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പരുത്തിക്ക് ഭയങ്കര നല്ല വലിച്ചു തിന്നും, വാരി വലിച്ചു തിന്നും, നല്ല നല്ല ഇഷ്ടമാണ്. പക്ഷെ നമുക്കങ്ങനെ ദൂരെ കുറച്ച് ലോങ് ടൈം കഴിയില്ല. ഞാനിപ്പോൾ ഒരു പെരുന്നാൾക്ക് കൊടുക്കാന്നുള്ളൊരു കണ്ടീഷനിലാണ് അന്നൊരു 5-6 മാസം സൂപ്പറായിട്ട് നോക്കിയിട്ട് കൊടുക്കാന്നുള്ളതായിരുന്നു. പക്ഷെ അത് വാങ്ങിയെന്ന് ചെറിയ കുട്ടിയാണ്, അതിൽ ഫോട്ടോ ഇടാം. അപ്പോൾ അത് വലുതാവാ ടൈമിക്ക് പെട്ടെന്ന് ആയില്ല. ഈ മുറ സംഭവം പറഞ്ഞാൽ കുറച്ച് ലാഗായിട്ട് അങ്ങനെ വരുള്ളൂ. പിന്നെ ഇവർക്ക് ഫസ്റ്റ് പറഞ്ഞാൽ ആ തുടക്കം കുറച്ച് ടൈമിൽ ഗോതമ്പ് തവിട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഗോതമ്പ് തവിട് ഇവർക്ക് പരിചയമുള്ളതല്ലേ. അവിടുന്ന് വരുമ്പോൾ ഹരിയാനെന്ന് വരുമ്പോൾ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഗോതമ്പ് തവിടാണ് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ആഡ് ചെയ്തിട്ട് അതിൽ പരുത്തി കൂട്ടി അങ്ങനെ കുറച്ച് പോന്ന്. പിന്നെ ഉഴുന്ന് തവിടും കുറച്ച് ലാസ്റ്റ് പരുത്തിന്റെ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ മിക്സ് ആയിട്ട് അങ്ങനെ കൊടുക്കും. ചോറും കൊടുക്കും, ഒരുമിച്ച് അങ്ങനെ ചോറും കൂട്ടിയിട്ട് കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത്രയും ടൈമിൽ പിന്നെ നമുക്ക് പൈസൻ്റെ അത് വരുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞാലോ നോക്കുക. അതനുസരിച്ച് നമ്മൾ അവിൽ തവിടായിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിൽ തവിട് കുറച്ച് കാലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ നമ്മളെ പോത്തിനെ കാണാൻ വേണ്ടി വന്നിരുന്നു, നെല്ലിക്കുത്തുന്ന ആ ഭാഗത്തു നിന്നായിട്ടില്ല. അയക്കാൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ആള് ഇപ്പോൾ മുറൻ്റെ കുട്ടീനെ 2 കുട്ടീനെ വാങ്ങിയിട്ടുണ്ട്. അയാൾ പറഞ്ഞാണ് ഈ ഒരു ഷോപ്പിൽ നിന്നേ കാലിത്തീറ്റ കിട്ടുന്ന ഷോപ്പ് പരിചയപ്പെടുത്തി അവിടുന്ന് ബീർ വേസ്റ്റ് വാങ്ങാൻ, ബീർ വേസ്റ്റാണ് ആൾ കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അയാൾ പറഞ്ഞാണ് ഗോതമ്പ് തവിട് അതൊരു അപ്പിയായിട്ട് ഇങ്ങനെ പോവാന്നല്ലാതെ അത് ചെറിയ നൈസല്ലേ, അതിലൊന്നും ദേഹത്തേക്കൊന്നും കിട്ടൂല. ആ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് അയാൾ ബീർ വേസ്റ്റാണ് കൊടുക്കണമെന്ന്. ആ ഒരു കണ്ടീഷനിൽ പിന്നെ ഒരാൾക്ക് നമ്മൾ തുടക്കക്കാരല്ലേ, അപ്പോൾ പരിചയമുള്ള ആളാണ്, ഒരു 8-10 കൊല്ലം 20 കൊല്ലോ കുറേ കാലമായിട്ട് ഉള്ളതാണ് ഈ ഫീൽഡിൽ. അപ്പോൾ ആള് പറഞ്ഞ ആ ഒരു ഇതിൽ ഞാൻ മാറ്റി ബീർ വേസ്റ്റ് വാങ്ങി. ബീർ വേസ്റ്റിന്റെ കൂടെ ഇത് കൊടുത്തു, അവിൽ തവിട് 2 പാടെ മിക്സ് ആയിട്ട് അങ്ങനെ കുറച്ച് കാലം കൊടുത്ത്. അപ്പോൾ 2 പാടെ വരുമ്പോൾ തന്നെ 400 രൂപ ബീർ വേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 650 റുപ്യ അവിൽ തവിടിനും വരും. അപ്പോൾ 1500 റുപ്യയില്ലേ. അതങ്ങനെ കൊടുത്തു ഒരു മാസം. അത് പിന്നെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കാലിത്തീറ്റന്റെ ഷോപ്പിൽ നമ്മളെ സുഹൃത്ത് തന്നെയാണ് അറിയുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തവിടുണ്ട്, സോയാ തവിട്, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് വന്നതാണ്. അത് കാരണം കുറേ കർഷകർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ഒന്ന് കൊടുത്തു നോക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് വാങ്ങാണ്. അത് വാങ്ങുമ്പോൾ തന്നെ എനിക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയ സംഭവം. അത് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബക്കറ്റിൽ കയറി വരുന്നുണ്ട്. പിന്നെ ഇപ്പം അതൊരു 4-5 ചാക്കോളം ഇപ്പം തന്നെയാണ് വാങ്ങിയിട്ടില്ലേ. ഏകദേശം ഒരു 20, 23, 24 ദിവസമൊക്കെ പോകുന്നുണ്ട്. ഒരു 900 റുപ്യാണ്. അവനത് തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് ഇറക്കാണ്. അതിൻ്റെ ഒരു ഇതിൽ കുറവിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ വേറെ പുറത്തേക്കൊക്കെ 900-ന്റെ മുകളിൽ തന്നെ ഹോൾസെയിൽ കടയിൽ തന്നെ ഇറക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കണോണ്ട് നമുക്ക് ആ 900 റുപ്യക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് നോക്കി. ഞാൻ വേറെ ആൾ വിളിച്ചിരുന്നു ഇപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് പട്ടാമീന്ന്. അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ഭാഗത്ത് കിട്ടണില്ല. അപ്പം നേരിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കണോണ്ടേ ഈ ഹോൾസെയിലായിട്ട് ഇറക്കി കൊടുക്കുന്ന ഡീലേഴ്സിനെ ഇവർക്ക് പരിചയമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. നിങ്ങളെ ഭാഗത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോയെന്നുള്ള സാധനം നല്ല നല്ല ക്വാളിറ്റിയാണ് സാധനം. പിന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയും, നിങ്ങൾക്ക് അറിയും, കർഷകർക്ക് ഉപയോഗിക്കുമ്പോൾ അറിയും. കാരണം ഇത് ബോഡിയിൽ കയറണുണ്ടോയെന്നുള്ളത് നമുക്കൊരു 1-2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ദേഹം നോക്കി അറിയും. അതാണ് ഞാൻ വീഡിയോയിൽ തന്നെ തമ്പനയിലിൽ കൊടുത്തിരുന്നത്. കാരണം ഇതിന്റെ ദേഹത്ത് കയറുന്നുണ്ടോ ഇല്ലയോ, അത് മെച്ചപ്പെടുന്നുണ്ടോ ശരീരം നമുക്ക് ഡെയിലി കാണില്ല. അപ്പം നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അത്യാവശ്യം ഇത് വരുന്നുണ്ട്, തടി കയറും ഷുവറാണ്. ഈ ഗോതമ്പ് തോടും വേറുള്ള തോടും മറ്റേനിപ്പോൾ പരുത്തി മുയിന്ന തോടും വരെ പല്ലറ്റും അതൊക്കെ നമ്മൾ ഭയങ്കര റേറ്റ് വരുന്നുണ്ട്. ആ റേറ്റ് വരുമ്പോൾ ലാസ്റ്റിക്ക് നമുക്ക് ഈ ഇതിനെ തിന്നാൻ കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കിയാവില്ലല്ലോ. തിന്നാൻ കൊടുക്കണം, നമ്മളെ ഇഷ്ടത്തിന് തിന്നാൻ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നുണ്ട് ചോറും സോയാത്തോടും പാടെ മിക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഇഷ്ടമാണ്, ഫുള്ളായിട്ട് തിന്നുന്നുണ്ട്. പിന്നെ ചോറും സോയാത്തോടും ചോറും മാത്രമായിട്ട് പെട്ടെന്ന് തടി വരുമെന്നില്ല കുറെ ആൾക്കാർ വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഫ്രൂട്ട്സ് വേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റുന്ന ആൾക്കാരെ അത് ചില കടയിൽ നിന്നൊക്കെ ഒഴിവാക്കണതാണ്, അധികം ഒഴിവാക്കണതാണ്. കടയിലൊക്കെ ഉണ്ടാവും, അപ്പൊ അത് വാങ്ങണേ നല്ലതാണ്. ഞാൻ ആദ്യം കുറച്ചു കാലം പച്ചക്കറി വേസ്റ്റ് കൊണ്ടിരുന്നത്, പച്ചക്കറി വേസ്റ്റ് നന്നാക്കിങ്ങാണ്ട് കഴുകി വരുമ്പോക്ക് ഭയങ്കര ടൈം വരികയാണ്. ഇതാകുമ്പോൾ ഫ്രൂട്ട്സ് ആകുമ്പോൾ നേരെ ചുറ്റിങ്ങാണ്ട് വേഗമുണ്ട് പരിപാടി. അതിൽ ചിലത് കഴുകാണ്ടാവും, പറ്റ അളിഞ്ഞത് മാങ്ങ ഇതൊക്കെ ചെത്തി കഴിഞ്ഞാൽ വേഗമുണ്ട് പരിപാടി, നോക്കാനും കാര്യങ്ങൾക്കും ടൈം പോകണില്ല. പച്ചക്കറി വേസ്റ്റ് ആകുമ്പോൾ അതിന് നോക്കാനും അത് ചെത്താനും അതിൻ്റെ കഴുകാനും ഭയങ്കര ടൈം വരുന്നുണ്ട്. നമുക്ക് ടൈം കൂടുതലാണ്. ആ പണിക്ക് നമുക്ക് വേറെ പുല്ലരിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പച്ചക്കറി വേസ്റ്റ് ഇപ്പം എടുക്കില്ല. ചില ആളുകൾ ടൈമില്ല, ആളുകൾ എടുക്കണത് നല്ലതാണ്. അതിലാറ് ഒന്നുകൂടി ഫ്രൂട്ട്സ് വേസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി വിറ്റാമിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഈ പറഞ്ഞാൽ സോയാത്തോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സോയ പറഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രോട്ടീനുള്ള സാധനമല്ലേ. അപ്പം അതിൻ്റെ ആ തൗടല്ലേ ഇതിൽ വരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ശരീരത്തേക്ക് വരുമ്പോൾ തന്നെ, കാരണം തൗടിൽ അതിൻ്റെ ആ പ്രോട്ടീൻ്റെ ഒരു അംശം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളെ ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.